നമസ്കാരം. നമ്മുടെ ഇത് ഫാക്ടറിയിലെ പ്രൊഡക്ഷനാണ്. ഇതിപ്പം മറൈൻ പ്ലൈവുഡിനകത്ത് നമ്മൾ മൈക്ക ലാമിനേറ്റഡ് വെച്ച് പ്രസ് ചെയ്തിട്ട് ഇതിപ്പം ഫെവിക്കോൾ അടിച്ചുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്യാനായിട്ട് ഇത് ചെയ്യാനുള്ള പ്രോസസ്സിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് പ്ലൈവുഡിനകത്ത് 20 വർഷം 25 വർഷം വാറണ്ടിയുള്ള പ്ലൈവുഡ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. വാർഡ്രോബുകളൊക്കെ ചെയ്യുമ്പം ഇതേപോലെ നമ്മൾ ഫെവിക്കോൾ അടിച്ച് ഇത് പ്രസ്സിങ്ങിലേക്ക് കയറ്റുന്നു. എന്നിട്ടൊരു 2 ദിവസം നമ്മൾ പ്രസ് ചെയ്ത് ഇട്ടിട്ട് അതെടുത്ത് കട്ടിങ്ങിലേക്ക് മാറ്റുന്നത്. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഇത് ഫെവിക്കോൾ ഇതിൽ പ്ലൈവുഡിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് അതുപോലെ തന്നെ മൈക്കയിലും ഇത് നമ്മൾ അപ്ലൈ ചെയ്യും. മൈക്ക ലാമിനേറ്റിൽ അപ്ലൈ ചെയ്തിട്ട് ഇത് അതേപോലെ തന്നെ ഷീറ്റിൻ്റെ മുകളിലേക്ക് രണ്ടും കൂടെ സെറ്റ് ചെയ്ത് നേരെ പ്രസ്സിങ് യൂണിറ്റിലിട്ട് കയറ്റുകയാണ്. എന്നിട്ട് നമ്മളൊരു 2 ദിവസം ഇത് പ്രസ്സിങ്ങിനായിട്ട് വെക്കുന്നു. പ്രസ്സിങ് നമ്മൾ ഇടയ്ക്ക് പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഹൈഡ്രോളിക് മാനുവൽ പ്രസ്സിങ്ങാണ്, അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കട്ടിങ്ങിലേക്ക് കയറ്റിയിട്ട് ഇത് നമ്മുടെ ആ ഡ്രോയിങ് പ്രകാരമുള്ള സൈസിലേക്ക് കട്ട് ചെയ്ത് മാറ്റുന്നു. കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ട് വേണം. പിന്നെ അത് എഡ്ജ് ബാൻഡിങ് ആണ്. അത് ഓട്ടോമാറ്റിക് എഡ്ജ് ബാൻഡിങ് മെഷീനിലേക്ക് കയറ്റി വിട്ട് എഡ്ജും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ പിന്നെ അത് ഇതിൻ്റെ ഫ്രെയിം ചെയ്യാനുണ്ട്. വാർഡ്രോബിൻ്റെ ഫ്രെയിമാണ് ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാദ്യമേ ഗണ്ണിൽ ഇതിൻ്റെ ഫ്രെയിം വർക്ക് ചെയ്തുകൊണ്ട് പിന്നെ അത് സ്ക്രൂ കൂടെ ചെയ്യും. ഇതിപ്പോൾ ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് ഗണ്ണിലടിച്ചിട്ട് അത് പിന്നെ നമ്മൾ സ്ക്രൂവും കൂടെ ചെയ്തിട്ടാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. എന്നിട്ടത് മെയിനായിട്ട് നമ്മളത് സൈറ്റിലേക്ക് ഡയറക്റ്റ് കൊണ്ടുവന്ന് ഇറക്കി ഇത് ചെയ്തിട്ട് പിന്നെ നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. മാക്സിമം നമ്മൾ കമ്പനിയിൽ നിന്ന് ഇത് ചെയ്തുകൊണ്ട് പോകാനാണ് മാക്സിമം ശ്രമിക്കാറുള്ളത്. ഇത് നമ്മുടെ ഫാക്ടറിയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് സൈറ്റിലേക്ക് എത്തി സൈറ്റിൽ കൊണ്ടുവന്ന് കിച്ചൺ കബോർഡ് ഇതേപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വിടുന്നു.